അപ്പം നമ്മൾ ഇന്ന് ഒരു ഐസ്ക്രീം ഡേറ്റിന് പോവാണ്. ആരുടെ കൂടെയാണ് പോകണേന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ കാണിക്കാം. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു വെള്ളം ഇവിടെ നിൽക്കുന്നത്. ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പറയുന്ന വ്യക്തിനെ കാണാനായിട്ട് പോകുന്നതും. ഒരുപാട് നാളെന്ന് ജസ്റ്റ് കാണാറുണ്ടായിരുന്നു. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഞങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 8-9 വർഷമായിട്ട്, അറൗണ്ട് ഒരു 9 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. 2016-17 തൊട്ടിട്ട് നമുക്ക് പരിചയമുണ്ട്. നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു ഷോർട്ട് ബ്രേക്കും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതിനുശേഷമാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണാൻ ബ്ലഷ് ചെയ്യാൻ മാത്രമുള്ള ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് നമ്മൾ പോവാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 4 o'clock ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും റെഡി ആവുന്നില്ല. അപ്പോൾ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ I know you guys will support me. I know. Thank you so much for the support. Anyways, ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആരെങ്കിലും എന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദിവ്യ എന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അറിയുള്ളൂ ഞാൻ എന്തൊക്കെയാണ് ഈ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ്. അറിഞ്ഞൂടാ ഡേറ്റിന് പോകേണ്ട എക്സൈറ്റ്മെൻറ്റ് ആണോ അതോ ഐസ്ക്രീം കഴിക്കാൻ പോകേണ്ട എക്സൈറ്റ്മെൻറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. വെറും എൻ്റെ പട്ടിഷോ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അപ്പോൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഓർത്തപ്പോഴാണ് ഞാൻ കാര്യം ഓർത്തത്. നിങ്ങൾ ലൈവിൽ വന്നിട്ട് ഇപ്പോൾ സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സായി കൃഷ്ണ, നിങ്ങൾ അറിയുന്ന സായി കൃഷ്ണയാണോ ഈ സായി കൃഷ്ണ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കാറുണ്ട് സീക്രട്ട് ഏജന്റിന്റെ പേരും സായി കൃഷ്ണ എന്നാണ്. സീക്രട്ട് ഏജന്റ് ആണോ സായി കൃഷ്ണ? എൻ്റെ ലൈവിൽ ഒന്ന് മെസ്സേജ് ചെയ്യുന്ന സായി കൃഷ്ണ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആ സായി കൃഷ്ണയാണോ ഈ സായി കൃഷ്ണ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡേറ്റിന് പോയിട്ട് വരാം. ഐ എം ജസ്റ്റ് ഫ്ലഷിങ്. ഞാനിപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഞാനിപ്പം ഇപ്പോൾ വിവാദങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ റീൽസിലെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലത്തെ ഒരു വാക്ക് ഞാൻ കിടക്കുകയാണ്. ഞാൻ ബ്ലഷ് ഒന്നിട്ടുള്ളത് നാച്ചുറലി ബ്ലഷിങ് ഇങ്ങനെ അതാണ്. അപ്പോൾ പിന്നെ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ ആ വ്യക്തിയുടെ പേര് ഇവിടെ എടുത്തിടാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഇൻട്രൊഡ്യൂസിംഗ് മിസ്റ്റർ സായി കൃഷ്ണ, ദ സീക്രട്ട് ഏജന്റ്. ഞാൻ പറയില്ല ഇതൊരു സായി കൃഷ്ണ. ഞങ്ങളിത് ഇവിടെ ഫ്രൂട്ട് ബേയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഡയലോഗ് കൂടെ ഒന്നുകൂടി പറയണം. തരത്തിന് കുറവൊന്നും കഴിക്കരുത് ഗൈസ്. നിർത്തിക്കത്തിനാണ് വേടി കിടക്കണ്ട. എനിക്ക് എംബാരസിംഗ് ആവും. ഇനി തിന്നാണ് വീട് ഞാൻ അടുത്തരണം. മിക്സ് ചെയ്തോ ആദ്യം. റിവ്യൂ പറയാനുള്ള എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് ജാമൊക്കെ എടുക്കാം. കൊള്ളാം. അല്ല വെറുതെ പറയണം ചോദിക്കരുത്. കൊള്ളാം, ഐസ്ക്രീം ഡേറ്റ്. കാശ് കൊടുത്തവരാണ്, ഞാൻ കാശ് കൊടുത്തിട്ടില്ല. പണിയില്ലല്ലോ, ഇവനും പണിയില്ല എനിക്കും പണിയില്ല. പക്ഷെ അവൻ തന്നെ കാശ് കൊടുത്തേ പറ്റൂന്ന്. ഗൂഗിൾ പേ നമ്പർ അറിയാം. ഇംഗ്ലീഷ് അറിയാവുന്നവര് വായിച്ചിട്ട് പറയട്ടോ. ഞാൻ ബാക്ക് ക്യാമ്പിൽ ഇടാം. അത് ഇതൊന്നും വായിച്ച് തീരൂല. ഇതെന്താ വായിക്കാന്നുള്ളത് പറ. മാസ്റ്റർ പീസസ് തന്നെയാണ് വായിക്കത്. ഞാൻ അന്ന് വായിച്ചല്ലേ അതല്ലാന്ന് പറയണം. ഞാൻ വായിച്ചിട്ട് പറയുന്നത് മാസ്റ്റർ പീസസ് എന്നാണ്. നിങ്ങൾ എന്താ വായിക്കുന്നത്? ബാക്കിലത്തെ എല്ലാവരും വായിച്ചിട്ട് ഇതൊരു എസ് ആയിട്ട് കമന്റ്. അടുത്ത് ഒരു പ്രപ്പോസൽ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഷൂവും കെട്ടിയിരിക്കുക. ലൈറ്റൊക്കെ പോയി തുടങ്ങി ഗൈസ്. ധാരാളം 1 വർഷത്തേക്ക് ട്രോൾ എന്നുള്ള വകുപ്പുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടായി പോയി. ഇല്ലായിരുന്നു ഇങ്ങനെ എവിടെല്ലാം കൊണ്ട് കളഞ്ഞേനേന്ന് ഈ സാധനത്തിനെ. വാ പോവാ, ബീറടിക്കാൻ പോവാന്ന്. ഒരു പ്രത്യേക
എന്നെ അനിയത്തി അച്ഛനും ഉണ്ടെങ്കിൽ അതെ, ഇവന്റെ അനിയത്തിയോ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതെ. ഇതിന്റെ തമ്മനയിലുണ്ടല്ലോ ഐസ്ക്രീം ഡേറ്റ് കണ്ടിട്ടുള്ളൂ. നമ്മൾ ഫുഡ് ഡേറ്റിലാണ് ഇട്ടോണ്ട് എന്റെ ബെറി അപ്പ് ഇട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഐസ്ക്രീം ഡേറ്റ് എന്നുള്ള ക്യാപ്ഷൻ ഇട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്യാണ്, വി ആർ ജസ്റ്റ് ഫ്രണ്ട് എന്നല്ല ഈ തെണ്ടി കോട്ടായ്മ തെണ്ടി തിരിഞ്ഞപ്പോ വിളിച്ചോണ്ട് വന്നതാണ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ബൈ ബൈ. We are planning for an airport date guys. നല്ല കാറ്റായിരിക്കും. ഇവിടെ പട്ടി എന്ത് സാധനം? വഞ്ചിക്കുളം. ആ വഞ്ചിക്കുളത്തി ഗൈസ്, ഞങ്ങൾ വഞ്ചിക്കുളം. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഹലോ പട്ടി, ഹായ്. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ചായ കുടിക്കാൻ വഞ്ചിക്കുളത്തി ഗൈസ്. ബ്ലോക്കിൽ പെട്ടുപോയി ഗൈസ്. ഞങ്ങൾ ഒരു പേപ്പും പിടിച്ചുകൊണ്ട് പേപ്പ് ഗൈസ്. ശക്തൻ ബ്ലോക്കിൽ പെട്ടു. ആ കാണുന്നതാണ് ശക്തൻ. എന്തിന് നിനക്ക് ചായ കുടിക്കാനല്ലേ? എടാ നമ്മളെടുക്കുമ്പോ നമ്മളെല്ലാം ഒരുമിച്ച് എടുക്കുക. ഒരു സ്കൂൾ ടീമായി ചായ കുടിക്കാൻ പോവാം. ഫൈനലി നമ്മൾ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ വ്ളോഗ് എടുക്കുന്നടാ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതെങ്ങനെയുണ്ട്? ഒരു ഒരുത്തരെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ കൊണ്ടിട്ട് അവൻ ഫോണിൽ തപ്പി നടക്കുന്നു. ഒരു പരിചയമില്ലാത്ത ആരുടെയൊക്കെയോ ഫോട്ടോസ് കുത്തിപ്പൊക്കിയിട്ട് ഞാൻ കാണിച്ചരാട്ടോ. ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുന്നുള്ള ഫോട്ടോടാ. ഏത് വർഷത്തിലാടാ അത്? ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുന്നേ 2020 ഫോട്ടോ. എന്റെ മിസ്റ്റർ ബീൻ മാസ്ക് ബെസ്റ്റ് ഫോട്ടോ. ആ ശരിയാട്ടാ. അമ്മേ നെക്സ്റ്റ് ടാർഗറ്റ് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും. എൻ്റെ ഈസ്റ്റ് ഫോർട്ട് എൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ തെണ്ടി പോവും. ഈ കുപ്പി പന്നി അവിടെ നിന്ന് കൊണ്ടു കിടക്കുന്നത് എൻ്റെ വണ്ടിയുടെ അകത്ത് ഇടാനാണ് ഗൈസ്. ഉറപ്പാണ്, അതെനിക്ക് ഉറപ്പാണ്. ഇവൻ പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഡേറ്റ് ഇവിടെ അവസാനിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഡേറ്റ്? ഇന്നത്തെ ഒരു ദിവസം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താ നിനക്ക് അങ്ങനെ ഒരു വർത്താനം? നീ എന്താണ് മറക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നീ ചുരുട്ടി കുട്ടികളെ കളഞ്ഞതുപോലെ നമ്മുടെ ഡേറ്റിൽ പോട്ടെ. എന്റെ വണ്ടിയുടെ കരയല്ലേ കരയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വിഷമം പറയില്ലേ? നിന്റെ വിഷമങ്ങളൊക്കെ നീ തുറന്നു പറയുന്നത്. അങ്ങനെ പറയരുത്. ലൈവ് എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് ഇവൻ വരുമെന്ന് അറിഞ്ഞോടാ. നമുക്കൊരു ദിവസം ലൈവ് ഇടാം. ലൈവ് ഇടാം ഗൈസ് ഒരു ദിവസം. അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറയരുത്. ലൈവ് ഇടും ഞങ്ങൾ ഗൈസ്. അപ്പൊ ബൈ ബൈ. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിന്റെ ഒപ്പം തന്നെ എൻഡ് വീഡിയോ എടുത്തു വയ്ക്കുകയാണ്. എൻഡ് ക്ലിപ്പും കൂടി എടുത്തു വയ്ക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ലാസ്റ്റ് വീഡിയോയുടെ എൻഡ് ആദ്യമേ എടുത്തു വയ്ക്കണം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ കറക്കും തെണ്ടിത്തിരിയിലൊക്കെ കാരണം കൊണ്ട് എന്തായാലും തിരിച്ചു വരുമ്പോൾ ക്ലിപ്പ് എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. എൻ്റെ വീഡിയോ എൻ്റെ ആൾ കൂടാണ്. മോസ്റ്റ് ഓഫ് ദ എൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒരു എൻഡും ഇല്ലാതെ ഒരു അന്തം കുന്നില്ലാത്തൊരു എൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യമേ എടുത്തു വെക്കണം, ആദ്യമേ എടുത്തു വെക്കണം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് നോട്ട് എ ഡേറ്റ്. ഇറ്റ് വാസ് ഡേറ്റ് എന്ന് പക്ക ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇത് വെറുതെ എന്താ പറയുക, ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ സമയം തൊട്ടുള്ള ഫ്രണ്ട്സാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ വന്നു. ഞാൻ വേറെ കോഴ്സ് പഠിക്കാൻ പോയിട്ടും വർക്കിനൊക്കെ പോയ സമയത്തൊക്കെ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ആളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ ലൈവ് ഒക്കെ കാണുന്ന ആളാണെന്ന് തന്നെ അറിയായിരിക്കും. സായി കൃഷ്ണ.
യാ അപ്പോൾ അവനാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ ത്രൂ ഔട്ട് കണ്ടത്, എൻ്റെ കൂടി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വരണ്ട, എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരോടും അതിലും പ്രിയപ്പെട്ട എൻ്റെ വീട്ടുകാർ മീൻസ് ബാക്കിയുള്ള ബന്ധുക്കളോടൊക്കെയാണ് ഞാൻ പറയുന്നത്. വി ആർ നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ഷിപ്പ് ഐസ്ക്രീം ഡേറ്റ്. ഞാൻ ഓൾറെഡി എൻ്റെ അമ്മയുടെ കൂടെ ഐസ്ക്രീം ഡേറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരോട് ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, ഇതിൻ്റെ പേരിൽ വേറെ വെറൈറ്റി ആവശ്യത്തിലധികം ഗോസിപ്പുകളും കാര്യങ്ങളും എനിക്കുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ വേറെ ഗോസിപ്പുകളും കാര്യങ്ങളൊന്നും ഇറക്കരുതേ എന്ന് ഞാൻ വളരെ താഴ്മയായി വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് വീഡിയോ ഇത്രയും കണ്ട് എന്നെ സഹകരിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ, ലവ് യു ഉമ്മ. ദിവ്യ, ഞാൻ നിന്റെ ഫ്രൂട്ടോ, നീ എന്റെ ബേയോ. சும்மா பேசிக் கொண்டாலே காதல் வரும் தன்னாலே என்றேன் நானே.